ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. ജോലി സ്കൂളിലെ സാറാണ്. സാറാ ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ലേ മാഷോ? കാര്യം പറ വെറുതെ. ഞാൻ ഹിന്ദി അധ്യാപകനാ. അമ്മ സത്യം ഹിന്ദി അധ്യാപകനാ. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആവാൻ 10th മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തൽക്കാലം ഇപ്പൊ പറയണ്ട. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പൊ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാൻ തന്നെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. ഇല്ല ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സാ. ട്യൂഷൻ സെന്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ക്ലാസിക്കൽ ഡാൻസ് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴത്തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. പിന്നെ ഇങ്ങോട്ട് വന്നു. വീട് നാടും എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഞാൻ ട്യൂഷൻ സെൻ്റർ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. നോക്കിക്കോളണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 150ഓളം കുട്ടികളുണ്ട്. എത്രാം ക്ലാസ് തൊട്ട്? 1 മുതൽ ഏകദേശം +2 വരെ. എന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. എന്റെ ട്യൂഷൻ സെന്റർ എല്ലാം അത് ഞാൻ നോക്കാം. പക്ഷെ ഇത് നിങ്ങള് സ്കൂളിൽ അധ്യാപകൻ എന്തിന്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. അതൊരു മാച്ചിങ് നിങ്ങളിപ്പോ ഇത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ? കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പഠിച്ചു കിട്ടിയതാ. കഷ്ടപ്പെട്ടില്ല, വെറുതെ പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തേണ്ടോ? ഞാൻ പഠിച്ചു, വെറുതെ ഇരുന്ന് പഠിച്ചു. കഷ്ടപ്പെട്ടില്ലേ? എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. അങ്ങനെയല്ല. കോപ്പി അടിച്ചൊക്കെ തന്നെ ഞാനും മാർക്ക് വാങ്ങിച്ചത്. ബുദ്ധിജീവി ഒന്നുമല്ല, കോപ്പി അടിച്ച് തന്നെ മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നാളെ പുറത്താവും ചിലപ്പോ. സ്കൂളിൽ റിസൈൻ ചെയ്തു. ശരിക്കും വന്നത് അതാ തിരിച്ചറിയാൻ കഴിയില്ല. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓരോ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഓരോ കാര്യങ്ങളോട് സംഭവിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനും പലതും നോക്കാറുണ്ട്. ഇതൊക്കെ സ്ക്രിപ്റ്റ് അല്ല, ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ല, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഞാൻ എങ്ങനെ തൊപ്പിയ പരിചയം സ്ക്രിപ്റ്റ് ആണെന്ന് പറയാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഞാൻ അല്ല, പരിചയപ്പെടാ വായികളുണ്ട്, ഫോണിൽ കൂടെ പരിചയപ്പെടാ പോലെ. അങ്ങനെ അല്ലല്ലോ അവർ പറയുന്നതെന്ന് വെച്ചാല് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു അധ്യാപകൻ 10th മെമ്പറായിട്ട് MRC ഗ്യാങ്ങിലേക്ക് അവര് ഇൻസ്റ്റാന്റെ പ്രൊമോഷൻ ഒന്നും അല്ലല്ലോ. പേര് അല്ലാതെ നിങ്ങൾ നോക്കിയിട്ട് എടുത്ത് പറഞ്ഞാൽ മതി.